ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഷോപ്പിംഗ് വ്ളോഗാണ്. ഞാൻ എന്നെ തന്നെ ഷോപ്പിംഗ് ഡേറ്റിന് കൊണ്ടുപോകണം കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ഒറ്റയ്ക്കുള്ള ഷോപ്പിംഗ് നടപടിയാവുന്ന ഒരു കാര്യമല്ല. കാരണം എനിക്ക് എന്തെടുത്താലും ആരുടെയെങ്കിലുമൊക്കെ ഒരു റീഅഷുറൻസ് വേണം കേട്ടോ. ഇത് കൊള്ളാമോ, ഇതെടുത്താൽ നല്ലതാണോ, എനിക്കിത് സ്യൂട്ടാവോ, അങ്ങനെ ആരെങ്കിലുമൊക്കെ എനിക്ക് പറഞ്ഞുതരാൻ വേണം. പക്ഷേ ഇന്നൊരു വീക്ക് ഡേ ആണ്. അങ്ങനെ ആരും അത്ര എളുപ്പത്തിൽ അവൈലബിൾ അല്ല. ഞാൻ ഒറ്റയ്ക്ക് പോയേ പറ്റൂ. വീക്കെൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നാട്ടിലേക്ക് പോകും കേട്ടോ. ആൻഡ് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറേ ഐറ്റംസ് എൻ്റെ തീർന്നു, അതൊക്കെ എനിക്ക് വാങ്ങണം. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോയേ പറ്റൂ. ഞാൻ പാരമട്ട വെസ്റ്റ് ഫീൽഡിലാണ് കേട്ടോ പോകുന്നത്. ഇവിടുന്ന് ബസ് എപ്പോഴും കാണും, ടി വി ത്രൂ പോകുന്ന ബസ്സുകൾ കാണും. അതാകുമ്പം ബസ് മാത്രം പോകുന്ന വഴിയായതുകൊണ്ട് പെട്ടെന്ന് എത്തുകയും ചെയ്യും കേട്ടോ. അപ്പം പോകാല്ലേ. സോ വെൽക്കം ടു സിംപ്ലി ഗോപികാസ് യൂട്യൂബ് ചാനൽ. ബസ് നോക്കിക്കോണേ, സാധാരണ എപ്പോൾ ഇവിടെ വന്നാലും 665 ബസ് പോകുന്നതാണ് കേട്ടോ. ഞങ്ങൾക്ക് ആവശ്യമില്ലാത്ത സമയത്ത് ഒരൊറ്റ വണ്ടി 665 വരുന്നില്ല കേട്ടോ. അപ്പുറത്തെ സൈഡിലൊക്കെ കുറേ ബസ് ഇങ്ങനെ പോകുന്നുണ്ട്. പ്രതീക്ഷിക്കുന്ന ബസ് മാത്രം ഇങ്ങോട്ടേക്ക് വരുന്നില്ല. അല്ലെങ്കിലും അങ്ങനെയാണ്. നമ്മൾ വിചാരിക്കുന്ന ബസ്സുകൾക്കൊക്കെ ഭയങ്കര ജാടയായിരിക്കും ആ സമയത്ത്. അങ്ങനെ എനിക്ക് ബസ് കിട്ടി. ഇനിയൊരു 35 മിനിറ്റ്സ് കൊണ്ട് പാരമട്ട എത്തും കേട്ടോ. ഈ ഒറ്റയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇയർഫോണൊക്കെ വെച്ചിട്ട് നല്ല നല്ല പഴയ മലയാളം പാട്ടുകളൊക്കെ ഇങ്ങനെ കേട്ട് നല്ല സ്ഥലങ്ങളൊക്കെ കണ്ടിങ്ങനെ യാത്ര ചെയ്യുന്നത് വേറൊരു വൈബാണ്. പാരമട്ട വെസ്റ്റ് ഫീൽഡ് എത്തി. സമയം ഇപ്പം 2 മണിയായി കേട്ടോ. വിശക്കുന്നു. അപ്പോൾ ഫുഡ് കഴിച്ചിട്ടാവാം ഇനി ഷോപ്പിംഗ് എന്ന് വിചാരിക്കുകയാണേ. ധാരാളം റെസ്റ്റോറൻറ്റ്സ് ഉണ്ടെങ്കിലും ഇവിടെ ഒരു ഫുഡ് കോർട്ട് തന്നെ ഉണ്ട്. എങ്കിലും ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നത് പാപ്പാറിച്ച് എന്നാണ് കേട്ടോ. മെനുവില് പുതിയ ഐറ്റംസ് ഒക്കെ ആഡ് ആയിട്ടുണ്ട്. ഡബിൾ റൊട്ടി കെനായി ഒക്കെ ഇപ്പോഴാണ് കേട്ടോ വന്നേക്കുന്നത്. നേരത്തെ സിംഗിൾ റൊട്ടി കെനായി ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് കൂടാതെ ബിരിയാണി, പാപ്പ ബിരിയാണിയൊക്കെ ആഡായിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും എനിക്ക് ട്രൈ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. സോ ഐ എം പ്ലാനിങ് ടു ബൈ ചിക്കൻ 65 ബിരിയാണി. സോ എനിക്ക് ആക്ച്വലി ചിക്കൻ 65 ബിരിയാണി വാങ്ങാനായിരുന്നു കേട്ടോ ആഗ്രഹം. പക്ഷേ അത് അവൈലബിൾ അല്ലെന്ന് പറഞ്ഞു. തന്തൂരി ചിക്കൻ ബിരിയാണി മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. പക്ഷെ ചിക്കൻ 65 എക്സ്ട്രാ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ പ്രൈസ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു ചിക്കൻ 65 ഉണ്ടെങ്കിൽ ആ ചിക്കൻ 65 എടുത്ത ടോപ്പിംഗ്സ് ആയിട്ട് ഇടൂ, തന്തൂരി ചിക്കൻ എടുത്ത് മാറ്റൂ എന്ന് പറഞ്ഞപ്പോൾ അത് വെച്ചിട്ടാന്ന് പറഞ്ഞു. ഐ ഡോണ്ട് നോ വൈ. എനിവേസ് ഞാൻ തന്തൂരി ചിക്കൻ ബിരിയാണി കേട്ടോ വാങ്ങിച്ചത്. പിന്നെ എപ്പോഴും ഇതിന് പാപ്പാറിച്ച മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കരുത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേറെ റെസ്റ്റോറൻറ്റിൽ പോകണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് ഒറ്റയ്ക്ക് എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമില്ല. കാരണം ഫുഡിനെ പറ്റി അറിയാവുന്ന ഒരാളുടെ കൂടെ പോയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു എനിക്ക്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ ഒറ്റയ്ക്കുള്ളൂ. അതുകൊണ്ട് എനിക്ക് റിസ്ക് എടുക്കാൻ താല്പര്യമില്ല. ഞാൻ സാധാരണ ചൂസ് ചെയ്യുന്ന ഫുഡൊക്കെ ഫ്ലോപ്പ് ആവാറേ ഉള്ളൂ പതിവ്. ഇപ്പൊ ഇത് തന്നെ ഞാൻ ഒരു എന്താ പറയാ, ആദ്യമായിട്ട് ട്രൈ ചെയ്യാൻ പോണ തന്തൂരി ചിക്കൻ ബിരിയാണിക്ക് ഇവിടുത്തെ എങ്ങനെയായി തീരുമെന്ന് അറിയത്തില്ല. ബിരിയാണി അല്ലേ, ഐ എം ഹോപ്പിംഗ് ഇറ്റ് വിൽ ബി ഗുഡ്. ഫിംഗേഴ്സ് ക്രോസ്ഡ്. ഫുഡ് വന്നിട്ട് കാണിക്കാമേ. ഫുഡൊക്കെ വന്നിട്ടുണ്ട്. കാണാനൊരു ലുക്കൊക്കെ ഉണ്ടല്ലേ. ആദ്യം നമുക്ക് റൈസ് ഒന്ന് ട്രൈ ചെയ്യാം. ഫ്ലോപ്പൊന്നുമല്ല, ഭയങ്കര സൂപ്പർ എന്നും പറയാൻ പറ്റില്ല. ഇനി ഞാൻ തന്തൂരി ചിക്കൻ ഒന്ന് ട്രൈ ചെയ്യട്ടെ. നോട്ട് ബാഡ്. ഇതില്
ഇതൊരു ഫിഷ് കറിയാണ്. അതെനിക്ക് ട്രൈ ചെയ്യാൻ ഒരല്പം പേടിയുണ്ട്. ബിക്കോസ് ഐ ഡോണ്ട് നോ, ഫിഷ് ബിരിയാണി കോമ്പിനേഷൻ എനിക്ക് എന്തോ പോലെ. റായത്തയുടെ കൂടെ ഈ ചിക്കന്റെ കൂടെ കഴിക്കാൻ നല്ല കേട്ടോ. ഒരു പക്കോടയുണ്ട്. ഇത് ഞാനിവിടെ നോക്കണേ. പക്കോട സൂപ്പർ. ഉള്ളിവടയുടെ ഒക്കെ ഒരു ടച്ച്. എഗ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിച്ചു വന്നപ്പോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. റായത്തെ ചിക്കനും എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോ നല്ല ടേസ്റ്റ് ഉണ്ട്. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ കെമിസ്റ്റ് വെയർ ഹൗസിലോട്ട് പോവാണ് കേട്ടോ. അവിടെ നിന്നാണ് എൻ്റെ ഒരു മേജർ ഷോപ്പിംഗ് നടക്കുന്നത്. മെയിനായിട്ട് ഇവിടെ വന്നത് മോയിസ്ചറൈസറും ലിപ് ബാമും വാങ്ങാനാണ് കേട്ടോ. ഇതാണ് ഞാൻ നോക്കി നടന്ന മോയിസ്ചറൈസിങ് ക്രീം സെറാവയുടെ. ഞാൻ ഇത്രയും നാളെ സെറ്റപ്പിലാണ് കേട്ടോ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. സെറാവ എങ്ങനെ ഉണ്ടെന്ന് അറിയത്തില്ല. ലിപ് ബാംസ് ഇത്രയും ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഞാൻ നിവ്യയുടെ ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് ഒന്ന് മാറ്റി പിടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഏതെടുക്കുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ കൺഫ്യൂസ്ഡ് ആണ് ഏത് ലിപ് ബാം എടുക്കുമെന്ന്. എനിക്ക് ആരെങ്കിലും ഒക്കെ പറഞ്ഞു തരാൻ വേണം. അതുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്ക് ഇതിനൊന്നും വരാത്തത്. അവസാനം ഞാൻ ജെമിനയോട് ചോദിച്ചേട്ടോ എനിക്ക് ഏതാ ബെസ്റ്റ് എന്ന്. അപ്പൊ ജെമിനായി പറഞ്ഞു തന്നത് ഇതാണ് കേട്ടോ. ഈ ലിപ് ബാമാണ് ജെമിനായി സജസ്റ്റ് ചെയ്തത്. ഇനി ഞാൻ ലിപ്സ്റ്റിക് സെക്ഷനിലേക്ക് വന്നിരിക്കുകയാണ്. എനിക്ക് ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചാൽ കൊള്ളാമെന്നുണ്ട്. കാരണം എന്റെ ലിപ്സ്റ്റിക്സ്, ഇപ്പോഴത്തെ ലിപ്സ്റ്റിക്ക് എന്റെ ചുണ്ടുകളെ ഭയങ്കര ഡ്രൈ ആക്കുന്ന കേട്ടോ. അപ്പൊ എനിക്ക് ഡ്രൈ ആക്കാത്തൊരു ലിപ്സ്റ്റിക്കാണ് വേണ്ടത്. പ്ലസ് എനിക്ക് ആ കളർ ഇഷ്ടമല്ല. അതുകൊണ്ട് വേറൊരു ഡിഫറെന്റ് കളർ വാങ്ങിക്കാനാണ് കേട്ടോ ഞാൻ ഇങ്ങോട്ട് വന്നത്. വീണ്ടും ഞാൻ ജെമിനയുടെ ഹെൽപ്പ് കൊണ്ട് ലിപ്സ്റ്റിക്കും ലിപ് ലൈനറും എടുത്തിട്ടോ. സൂപ്പറാണ് കേട്ടോ ജെമിനി. എനിക്ക് വേണ്ടുന്ന ഷെയ്ഡ് ഉൾപ്പെടെ പറഞ്ഞു തന്നെ കേട്ടോ. ടൗൺ ഇല്ലയോ എന്നുള്ളത് വീട്ടിൽ ചെന്നിട്ട് നോക്കിയാലേ മനസ്സിലാവും. കാരണം ഇതിന്റെ ടെസ്റ്റർ ഇല്ല കേട്ടോ, തീർന്നു പോയി. ഈ ഷെയ്ഡിന്റെ വേറൊരു ബ്രാൻഡിന്റെ ഷെയ്ഡ് ഞാൻ കണ്ടായിരുന്നു. അത് എനിക്ക് മാച്ച് ആവുന്നുണ്ട്. അപ്പം ഹോപ്പ്ഫുള്ളി ഇത് മാച്ച് ആയാൽ മതിയായിരുന്നു. നോക്കാം. ഞാൻ അവിടുത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി എനിക്ക് മെക്കയില് പോകണോ വേണ്ടായോ എന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. എനിക്കൊരു ഫൗണ്ടേഷൻ വേണമെന്നുണ്ട്. എന്നാ എനിക്കറിയത്തുമില്ല ഏതാ എടുക്കണ്ടേന്നുള്ളത്. അല്ല, ഭയങ്കര അൺഈവൻ സ്കിൻ ടോൺ ആണ് കേട്ടോ എന്റെ. ഇവിടെ വേറൊരു കളർ, ഇവിടെ വേറെ കളർ കറക്ഷൻ ഒക്കെ ഉണ്ട് കേട്ടോ. അതും എനിക്ക് കുറെ കഴിഞ്ഞപ്പോ അതും എനിക്കൊന്ന് സ്യൂട്ട് ആവാത്തതുപോലെ തോന്നി. അതുകൊണ്ട് എനിക്ക് എക്സാക്ട്ലി എനിക്ക് ഏതാ സ്യൂട്ട് ആവുന്നതെന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഞാൻ മെക്കയില് പോണോ പോണ്ടായോ എന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫൈനലി ഞാൻ മെക്കയിൽ പോകാം എന്ന് വിചാരിച്ചു. ചുമ്മാ എടുക്കുമെന്ന് ഉറപ്പില്ല. എന്നിട്ട് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണേ. ട്രൈ ഓൺ ചെയ്തിട്ടോ ഒരു ഗ്ലോ ഒക്കെ വന്നിട്ടില്ലേ. അതുകൊണ്ടോ ഞാൻ അപ്ലൈ ചെയ്യുമ്പം എനിക്ക് സത്യം പറഞ്ഞാൽ മേക്കപ്പ് ഇടാൻ അറിയത്തില്ല. അതൊരു മെയിൻ കാര്യമാണ്. അവരിട്ടപ്പം ഒരു ഇത് വന്നിട്ടുണ്ട്. അതിന്റെ ഷെയ്ഡൊക്കെ അവർ കാണിച്ചു തന്നിട്ടോ. ഞാൻ കൺസീലറും എടുത്ത് ഫൗണ്ടേഷനും എടുത്തിട്ടുണ്ട്. ബോബി ബ്രൗണിന്റെ കൺസീലർ ആണ് വാങ്ങിയത്. പിന്നെ ഇതിന്റെ എനിക്കറിയത്തില്ല എങ്ങനെയാ പ്രൊനൗൺസ് ചെയ്യുന്നത്, സിങ്ക്രോ സ്കിൻ റേഡിയന്റ്, അതിന്റെ ഫൗണ്ടേഷൻ ആണ് കേട്ടോ വാങ്ങി. പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കൺഫ്യൂഷനാണ്. ഞാൻ വാങ്ങിയത് ശരിയായോ തെറ്റായോ, ഞാനിത് ഉപയോഗിക്കുമോ? കാരണം ഫൗണ്ടേഷനൊന്നും ഞാൻ കാഷ്വലി എവിടെയെങ്കിലും പുറത്തു പോകുമ്പോൾ അങ്ങനെ ഉപയോഗിക്കാറില്ല. മെയിൻ റീസൺ എനിക്ക്
അറിയാത്തതാണ് കേട്ടോ. എനിക്ക് മേക്കപ്പ് ചെയ്യാൻ അറിയത്തില്ല, അതാണ് മെയിൻ റീസൺ. പക്ഷെ അതൊക്കെ ഒന്ന് പഠിക്കണം. കാരണം ആദ്യം ഞാൻ വിചാരിക്കുന്നതൊന്നും വേണ്ട, പക്ഷെ പുറത്ത് ബാക്കിയുള്ളവർ ഉപയോഗിക്കുന്ന കാണുമ്പോഴാണൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ ഞാനൊന്ന് നന്നായിട്ട് റെഡിയായിട്ട് ഇറങ്ങി വന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നൊക്കെ. എനിവേസ് അവർ മേക്കപ്പ് ചെയ്ത് തന്നപ്പോൾ കൊള്ളാം. ഷോപ്പിംഗ് ഒക്കെ എല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. സമയം 4 മണിയായി. സോ എത്ര മണിക്ക് എത്തിയതാ? 2 മണിക്ക് എത്തിയതാ. 2 മണിക്കൂർ കൊണ്ട് എല്ലാം കഴിഞ്ഞു. വന്നപ്പോൾ തന്നെ ബസ് കിട്ടി കേട്ടോ. എനിക്ക് ടി വി റോഡ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്ന ഈ ഡ്രൈവറിൻ്റെ തൊട്ടടുത്തുള്ള ഈ സീറ്റിലാണ് കേട്ടോ. അപ്പം ഞാൻ ഒറ്റയ്ക്ക് മാത്രമേ കാണൂ, നല്ലൊരു വ്യൂവും എൻജോയ് ചെയ്ത് പോകാൻ പറ്റും. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു, ഞാൻ തിരിച്ച് വീട്ടിലെത്തി. ഇപ്പം എനിക്ക് തോന്നുന്നു ഞാൻ അത്രയ്ക്കൊരു മോശം ഷോപ്പിംഗ് പാർട്ട്ണർ അല്ലാന്ന് തോന്നുന്നു കേട്ടോ. കാരണം എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ ഷടപടേന്ന് എടുക്കാൻ പറ്റി. അത്യാവശ്യത്തിന് ജമിന ഉണ്ടായിരുന്നു ഹെൽപ്പ് ചെയ്യാനായിട്ട്. പിന്നെ മെക്കേ പോയപ്പം എനിക്ക് പറ്റിയ ഒരു ഷെയ്ഡ് അവരെടുത്തു തന്നു. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പലതവണയും മെക്കേ പോയിട്ടുണ്ട്, അവരെനിക്ക് പറ്റിയ ഷെയ്ഡൊക്കെ എടുത്തു തന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് മേക്കപ്പ് ഇടാൻ അറിയത്തില്ല കേട്ടോ, അതാണ് മെയിൻ പ്രോബ്ലം. അപ്പം ഈ മേക്കപ്പ് ഇടാൻ അറിയാത്തത് കൊണ്ട് ഞാൻ എന്തൊക്കെയോ വലിച്ചിടുമ്പം അത് സ്യൂട്ടാവാത്തതുപോലെ എനിക്ക് തോന്നും കേട്ടോ. അങ്ങനെ വീണ്ടും ഞാനത് ഉപയോഗിക്കാതാവും, പിന്നെ അതെടുത്ത് കളയേണ്ടി വരും. അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ട് കേട്ടോ എനിക്ക്. പക്ഷേ ഇപ്രാവശ്യം അത്യാവശ്യം എക്സ്പെൻസീവാണ്, അപ്പം എനിക്ക് ഉപയോഗിക്കണം എന്നുണ്ട്. ഹോപ്പ്ഫുള്ളി ഞാൻ ഉപയോഗിക്കും. അപ്പോൾ ഇന്നത്തെ ഷോപ്പിംഗ് ഡേ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അതോടെ ഈ വീഡിയോയും അവസാനിക്കുകയാണ് കേട്ടോ. സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, please like, comment and subscribe to my channel. See you in my next vlog. Till then, ta-ta!